ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ പർച്ചേസിങ്ങിന് പോവാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ SM സ്ട്രീറ്റ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബസ്സിലാണ് പോകുന്നത്, അബബിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ഉച്ച സമയവുമാണ്, പിന്നെ അതേപോലെ നല്ല ചാറ്റൽ മഴയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. അപ്പം നമ്മൾ ബസ്സിൽ വീഡിയോ എടുക്കുന്നത് കണ്ടക്ടർ ചേട്ടൻ കാര്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിലെത്തി. നമ്മൾ SM സ്ട്രീറ്റിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹൽവ സ്റ്റാളിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഒരു ചേട്ടൻ നമ്മളെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഹൽവയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാം, ഈ സ്റ്റോളിലേക്ക് വന്നോളൂ, ഹൽവ വാങ്ങിക്കോളൂ എന്നൊക്കെ. അപ്പം നമ്മളതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന ചെറിയ ഫാൻസി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി നോക്കിയപ്പോൾ എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതും മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 രൂപ 30 രൂപേൻ്റെയൊക്കെ ഫാൻസി ഐറ്റംസും കമ്മലുകളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ കാണുന്നതൊക്കെ 30 രൂപയുടെ കമ്മലാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. 10 രൂപയുടെയും 20 രൂപയുടെയും 30 രൂപയുടെയും ഒക്കെ അവൈലബിൾ ആണ്. 30 രൂപയുടെ മുകളിലുള്ളതും ഉണ്ട്. അതിനൊക്കെ വരുന്നത് 50 60 ആ റേഞ്ചിലുള്ളതാണ്. അപ്പം നമ്മൾ ഇതിനുള്ളിലെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. നമ്മൾ ഒരുപാടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. നമ്മൾ വളരെ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഓണത്തിന് വന്ന് പർച്ചേസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ കുറച്ച് മാത്രം എടുത്തത് കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ മാത്രമല്ല കേട്ടോ പർച്ചേസിന് വന്നിട്ടുള്ള, എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. നമുക്ക് പോകെ കാണാം കേട്ടോ ആരാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ പിന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് നല്ല വിശപ്പ് തോന്നി തുടങ്ങി. ഉച്ചയ്ക്ക് വന്നതാണേ. ഞങ്ങളൊരു ചെറിയൊരു ഹോട്ടലിൽ കയറി സമയത്ത് പൊരിച്ചടി, അതേപോലെ ഞാൻ നമ്മുടെ ചിക്കൻ റോളുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടയുടെ ഉള്ളിൽ തേങ്ങ വളരെ കുറവായിരുന്നു. കാരണം ചിലപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണല്ലോ, അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലായിരുന്നു. പേരിന് മാത്രം അട എന്നുള്ളൊരു പേര്. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ നേരെ പോയത് ഹൽവ സ്റ്റാളിലേക്കാണ്. ഇവിടെ പലതരം ഹൽവ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ കാന്താരി തൊട്ടിട്ട് പൈനാപ്പിൾ, മാംഗോ എല്ലാം അവൈലബിൾ ആണ്. ഇളനീർ ഹൽവ, അതേപോലെ കറുത്ത ഹൽവ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മളെല്ലാം കൂടി ഒരു ചെറിയ പീസായിട്ടാണ് വാങ്ങിയത്. എല്ലാം കൂടി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു ബോക്സാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. നമ്മൾ പിന്നെ അവിടെ നിന്നും ഇറങ്ങി നമ്മളിപ്പോൾ പോകുന്നത് മാനാഞ്ചിറ സ്ക്വയർ ആണ് കേട്ടോ. മാനാഞ്ചിറ സ്ക്വയറിൻ്റെ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാനാഞ്ചിറ ആയിരിക്കും അല്ലേ. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടതൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവുക മാനാഞ്ചിറ സ്ക്വയർ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ചെറിയൊരു പർച്ചേസ് ആയിരുന്നു. അപ്പോൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയ സ്റ്റാൻഡിൽ ബസ് കയറാൻ വന്നതാണ്. പരപ്പനങ്ങാടി ബസ് കയറി നമുക്ക് അധികം തിരക്കൊന്നും കൊള്ളാതെ പോവാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം പുതിയ സ്റ്റാൻഡിൽ പോയതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിക്കുക കേട്ടോ. നമ്മളിവിടെ എജുക്കാട്ടിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ക്യാമറ അവൈലബിൾ ആണോ അല്ലേന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോസ് ഒന്നും കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ വലിയൊരു പർച്ചേസിന് വേണ്ടി നമ്മൾ ഓണത്തിന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് തന്നെ വീഡിയോസിലെല്ലാം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നെ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇനിയും കുറേ വിശേഷങ്ങളായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അതുവരെ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാവരും സപ്പോർട്ടും സ്നേഹവും എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.